ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്ളോഗാണ്. അതുപോലെ ജോലികളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്തു തീർക്കാനുള്ള ഞാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതൊരു കുട്ടികൾക്ക് സ്കൂളുള്ള വീക്ക് ഡേയിലെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സാധാരണ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു 30 മിനിറ്റ്സ് രാവിലെ നടക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് അത് ഒന്ന് സ്റ്റോപ്പ് ആയേക്കാണ്. കാരണം മോന് 7:40 ആകുമ്പോൾ വാൻ വരും. വാനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ 6:30-ക്കൊക്കെ നടക്കാൻ പോയാലൊന്നും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കറക്റ്റായിട്ട് റെഡി ആവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം നമ്മുടെ മോർണിംഗ് വാക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാണ്. അപ്പം രാവിലെ ടു ഡു ലിസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വേഗം തന്നെ കിച്ചണിൽ വന്ന് കുക്കിംഗ് കാര്യങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തലേന്നത്തെ പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ എല്ലാ പാത്രങ്ങളും ഒന്നും എടുത്തു വയ്ക്കത്തില്ല കേട്ടോ, സമയമില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു പാത്രം ഉണ്ടാവുമല്ലോ, ആ പാത്രം കിട്ടുന്നവരെ ഞാൻ ഇരിക്കുന്ന പാത്രങ്ങൾ എടുത്തു വയ്ക്കും. ആവശ്യമുള്ള പാത്രം കിട്ടിക്കഴിയുമ്പോൾ എടുത്തു വയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഞാൻ അധികം പാത്രം ഉള്ളപ്പോൾ പാത്രങ്ങൾ എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാൽ നല്ലതാണല്ലോ. അതുപോലെ ഇന്ന് മാന്തൾ എന്ന് പറയുന്ന ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മാന്തൾ അങ്ങനെ ഇവിടെ കറി വയ്ക്കാറില്ല, വർക്ക് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ പുട്ടും പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പീസിന് വേണ്ടിയിട്ട് സവാള നന്നാക്കലും മസാല ഉണ്ടാക്കലും ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് പീസ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ഈ മസാലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ പീസ് കറി റെഡിയാവും. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്താൽ നല്ല അടിപൊളി പീസ് കറി റെഡിയാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഏത്തപ്പഴം പുഴുങ്ങാൻ, ഒരു മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ മോള് എന്തായാലും ഇച്ചിരി പുട്ടും പീസും ഒക്കെ കഴിക്കുള്ളൂ രാവിലെ. പക്ഷെ മുട്ടയും ഏത്തപ്പഴവും ഒക്കെ കഴിക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി, അവിടെ ഇരുന്ന് വിശക്കണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലോട്ട് വരാം കേട്ടോ. അതായത് ജോലികൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് നല്ല മോട്ടിവേറ്റഡ് ആക്കി നിർത്താം. ഇന്ന് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് ജോലിക്ക് പോകാത്ത അമ്മമാരെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് കൃത്യമായൊരു സ്കെഡ്യൂൾ ഉണ്ടാകും. അതായത് ഇന്ന സമയത്താണ് അവർക്ക് ഇറങ്ങേണ്ടത്, അപ്പോൾ ഇത്ര സമയമാണ് നമുക്ക് കുക്കിങ്ങിനുള്ളൂ, അങ്ങനെയുള്ളൊരു മൈൻഡ് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മൈൻഡിൽ സെറ്റായിരിക്കും. പക്ഷെ പലപ്പോഴും ഈ വീട്ടിൽ തന്നെയുള്ള അമ്മമാർക്ക്, അതായത് വേറെ എക്സ്ട്രാ ജോലികൾ ഇല്ല, നമ്മുടെ സാധാരണ വീട്ടിലെ ജോലികളുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ധൃതി പിടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് സമയം കളയാതെ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണെന്ന് അവർക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാൻ യൂഷ്വലി ഇതിന് മുന്നത്തെ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ക്ലീനിങ് ചെയ്യുക, അതിന് ശേഷം സാവകാശം ലഞ്ച് ഉണ്ടാക്കുക, ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ച് ഉണ്ടാക്കുക. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മുടെ ദിവസം മൊത്തം പ്രൊഡക്റ്റീവ് അല്ലാത്ത പോലെ, അതായത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും പ്രൊഡക്റ്റീവ് തന്നെയാണ്, പക്ഷെ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടാത്ത പോലെ തോന്നി. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഡേ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാത്തിനും നമുക്ക് ചെയ്ത് തീർക്കാവുന്ന അത്രയും സമയം മാത്രം നമ്മളതിന് കൊടുത്താൽ മതി എന്നുള്ളൊരു ഡിസിഷനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഡയറ്റും വർക്കൗട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ഡേ പ്ലാൻ ചെയ്യുന്നതാണ് കുറേയും കൂടി നല്ലത് എന്ന് തോന്നിയിട്ടോ. അത് വർക്ക് ചെയ്യുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഡിഫറൻസാണ് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർത്തപ്പോൾ നമുക്ക് കിട്ടിയത്. അതുപോലെ ഇപ്പോൾ വീഡിയോസിൻ്റെ നമ്പർ കൂട്ടിയോണ്ട് എന്തായാലും എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ അതിനു വേണ്ടി കുറച്ച് സമയം എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് യൂഷ്വലി ഞാൻ ഒരു 10:30 to 12 ആ ഒരു സമയത്താണ് കൂടുതലും ചെയ്യുന്നത്. കാരണം മിക്കവാറും ആ ഒരു സമയമാണ് കുറച്ചൊരു ക്വയറ്റായിട്ട് നമുക്ക് വോയിസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് കിട്ടുന്നത് അതാണ്. അപ്പോൾ എന്തായാലും ജോലികൾ വേഗം വേഗം തീർത്തു വെച്ചാലേ എനിക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമയത്തിന് നമ്മൾ വില കൊടുത്തില്ലെങ്കിൽ, എസ്പെഷ്യലി ഹോം മേക്കേഴ്സ്, അതായത് വീട്ടമ്മമാർ, മറ്റുള്ളവരും നമ്മുടെ സമയത്തിന് വില തരാൻ ചാൻസ് വളരെ കുറവാണ്.
പലപ്പോഴും നമുക്ക് ലൈഫിൽ മടുപ്പ് തോന്നുന്നതും ഈ ജോലികൾ ചെയ്യാൻ ഉഷാറില്ലാത്തതും നമ്മുടെ ആ ഡേയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഈ ഡെയിലി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ട് ഡേ ഒന്ന് നന്നായി പ്ലാൻ ചെയ്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആ ഡേയിൽ ചെയ്യാനുള്ളൊരു സമയം കണ്ടെത്തുമ്പോൾ അത് ചെയ്യാൻ ഉള്ള ഒരു ആഗ്രഹം, ആ ഒരു സമയം കണ്ടെത്താനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ഉഷാറുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരും ഡിഫറെൻ്റ് അല്ലേ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ചിലർക്കത് വായനയാവാം, ഗാർഡനിങ് ആവാം, സ്റ്റിച്ചിങ് ആവാം, യൂട്യൂബ് ആവാം, പലതും ആവാം. അതുപോലെ ഒന്ന് സെറ്റിൽഡ് ആയവർക്ക് ചിലർക്ക് വീണ്ടും കരിയർ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാവും, ഓൺലൈനായിട്ട് ജോലികൾ നോക്കാം, അങ്ങനെ പല കാര്യങ്ങളിലോട്ട് നമുക്ക് തിരിയാലോ. ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് നല്ല പോലെ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഏത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡേയിൽ സമയം കണ്ടെത്തേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഡേ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ രാവിലെ ചെയ്യുന്ന ഈ ജോലികൾക്കൊക്കെ നമുക്കൊരു ഉഷാറ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികൾ അവിടെ നടക്കുന്നുണ്ട് സ്പീഡിൽ. എനിക്ക് ബീൻസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ, അത് തലേദിവസം ചെയ്തിട്ടില്ല. പിന്നെ പുട്ട് റെഡി, പീസ്, പഴം പുഴുങ്ങിയതുണ്ട്, പിന്നെ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായ ഉടനെ തന്നെ ഞാൻ ബീൻസ് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചായയും കൂടി റെഡിയാക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ മാത്രമാണ് തലേദിവസം അരിഞ്ഞു വെച്ചത്, ബീൻസ് അരിഞ്ഞു വെക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് വേഗം തന്നെ വേവിക്കാനും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ എനിക്ക് സ്പീഡ് കൂടും കേട്ടോ, കാരണം എൻ്റെ ടൈം തീരാറായിട്ടുണ്ട്, 8:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീൻസ് റെഡി ആയിട്ടുണ്ട്, കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന റാഗി പുട്ടാണ് കേട്ടോ. പിന്നെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എൻ്റെ തന്നെ റെസിപ്പിയാണ്. ഇതിൽ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ ഞാൻ കുറച്ച് വേപ്പില, ഉലുവ, പിന്നെ ചുവന്നുള്ളി, ഇത്രയും സംഭവങ്ങൾ ഇടും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് ചേർക്കലുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം അരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് കഴിക്കാൻ പൊറോട്ട ആണ് കുട്ടികൾ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ സൂപ്പ് പോലെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മാന്തളും ഫ്രൈ ചെയ്യാൻ വേണ്ടി പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ ജോലികൾ എനിക്ക് ഇനിയും ബാക്കിയുണ്ട്. മോരുകറി ഫുള്ളായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ മാന്തൾ ഫ്രൈ ചെയ്യാനുണ്ടാവും. പിന്നെ ചോറും വെക്കാനുണ്ടാവും. ചോറ് നമ്മൾ ഒരു 12:30 ആകുമ്പോഴേ വെക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒതുക്കിയിടണം. അപ്പോൾ സിറ്റിങ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡൈനിങ്ങിൻ്റെ ഈ ഒരു സെക്ഷനിൽ മിക്കപ്പോഴും സാധനങ്ങൾ ക്ലട്ടേർഡ് ആവുന്ന ഒരു സ്ഥലമാണ്. ഡൈനിങ് ടേബിൾ അങ്ങനെ വരലില്ല, സൈഡിലൊരു കൗണ്ടർ ഉള്ളതുകൊണ്ട് അവിടെ കൂടുതൽ സാധനങ്ങൾ വരാൻ ഒരു ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. മിക്കപ്പോഴും ഞാനത് മാറ്റി എടുക്കലുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് നമ്മുടെ ഒരു ടച്ച് വിട്ട് പോകുമ്പോൾ അവിടെ സാധനങ്ങൾ ഇങ്ങനെ നിറയാറുണ്ട് കേട്ടോ. അവിടെ ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് വയ്ക്കാറുണ്ട്, പിന്നെ ടിഷ്യൂ, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വാട്ടർ ബോട്ടിൽ, പിന്നെ ഈ നട്ട്സ്, ഇടയ്ക്ക് വന്ന് സ്നാക്ക് ചെയ്യാൻ വേണ്ടി നട്ട്സൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ മാറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ റെഗുലർലി ക്ലീൻ ചെയ്താലേ ശരിയാവുള്ളൂ അല്ലേ. ഈ എപ്പോഴും കൗണ്ടർ സ്പേസസ് എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്ത് മാറ്റും, അവിടെ ഒന്ന് തുടച്ചിടുമ്പോഴാണല്ലോ നമ്മുടെ വീടിനൊരു ക്ലീൻ ഓർഗനൈസ്ഡ് ലുക്കൊക്കെ വരിക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു പിക്കപ്പ് റൂട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. വൈകുന്നേരം പറ്റുവാണെങ്കിൽ വൈകുന്നേരവും ഇൻക്ലൂഡ് ചെയ്യും. ഇനിയിപ്പം വീട് മൊത്തം പറ്റിയില്ലെങ്കിൽ ഒരു റൂം, അതുപോലെ നമ്മുടെ സമയം അനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം ചെയ്തിടാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ തോന്നുന്നത് നല്ല പോലെ പൊടിയാണ്. ഇവിടെ ഈ ഹാളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സൈഡും വലിയ സ്ലൈഡിങ് ഗ്ലാസ് ഡോറുകളാണ് കേട്ടോ. അപ്പം മിക്കവാറും നമ്മളത് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനൊക്കെ വേണ്ടി അത് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഓപ്പൺ ആകുമ്പോഴത്തേനും നല്ല പോലെ പൊടി അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും അടച്ചിടാൻ പറ്റില്ലല്ലോ, നല്ലപോലെ കാറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും അത് മിക്കപ്പോഴും ഓപ്പണാക്കി ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഗ്ലാസ് സർഫസൊക്കെ ഇല്ലേ, ആ ഗ്ലാസ് കൗണ്ടർ ടോപ്പിലെല്ലാം നല്ലപോലെ പൊടി ഉണ്ടാവും. അതിന് എനിക്ക് പ്രത്യേകിച്ചൊരു റുട്ടീനില്ല കേട്ടോ. ഇന്ന ദിവസം ഡസ്റ്റിങ് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മിക്കവാറും വീക്ക്ലി ഒരു ദിവസം പ്രോപ്പറായിട്ട് ഡസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നടക്കുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് പൊടി തോന്നുവാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ക്ലീനിങ്ങിൽ ആ ഡസ്റ്റിങ്ങും കൂടി അങ്ങ് ചെയ്ത് പോവുകയാണ് കേട്ടോ.
അപ്പം ഇതേപോലെ മരത്തിൻ്റെ ആ ഷോ പീസൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡില്ലേ, അതിലൊക്കെ നല്ലപോലെ പൊടി ഉണ്ടാവും കേട്ടോ. അതേപോലെ നമ്മളുടെ ടി വിൻ്റെ സ്പേസൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവും. വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വാക്യൂം ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് ആണല്ലോ. വാക്യൂം ചെയ്യുമ്പോൾ പൊടി അത് ഇതിനകത്തോട്ട് അബ്സോർബ് ചെയ്ത് പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡസ്റ്റിംഗ് ചെയ്യാൻ ബെസ്റ്റ് ഓപ്ഷൻ വാക്യൂം ക്ലീനർ തന്നെയാണ്. അതിനിപ്പോൾ റിസർച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരെണ്ണം സെറ്റാക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മോർണിംഗ് റൂട്ടീനിലെ വിശേഷങ്ങൾ. ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു സിമ്പിൾ മോർണിംഗ് ഷെയർ ചെയ്തതാണ്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു മോട്ടിവേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതൊക്കെ വീഡിയോസിനാണ് കൂടുതൽ ലൈക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാൻ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. പക്ഷെ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ ലൈക്ക് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.